ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് മിസ്സിങ് കംപ്ലയിൻ്റ് ആണ് പറയണത്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ലിവർ, റൈറ്റ് സൈഡ് ലിവർ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. അതായത് റൈറ്റ് ഹാൻഡിൽ ലിവർ, ഈ വന്ന ലിവർ, അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. ഇത്രയാണ് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് മിസ്സിങ് കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. കസ്റ്റമർ പറഞ്ഞ ലക്ഷണം വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ ബ്ലോക്ക് ആയേക്കണായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനത് അഴിച്ചു നോക്കുമ്പോൾ തീരെ മോശം അവസ്ഥയൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽ പശ പോലെ ഉണ്ട് ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് അഴിച്ച് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ മാറ്റിയിടുന്നുണ്ട്. ഫ്യൂൽ പമ്പിൻ്റെ ഒന്ന് എയർ അടിച്ച് ക്ലീനൊക്കെ ആക്കി ഫ്യൂലിൻ്റെ ഫിൽറ്റർ നമ്മൾ മാറ്റിയിടുന്നുണ്ട്. അത് കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോയി. എയർ ഫിൽറ്ററൊക്കെ നല്ല പ്ലഗാണ്, അത് എയർ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീൻ ആക്കിയിടാം. പ്ലഗ് ആയാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഈ പ്ലഗിലേക്ക് പോകുന്ന പവർ സപ്ലൈയിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അത് ഈ ഇരിക്കുന്ന കോയിൽ അസംബ്ലിയുടെയാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും ആ പറഞ്ഞ ലക്ഷണം വെച്ചിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അതായത് രാവിലെയൊക്കെയാണ് കൂടുതൽ, അതായത് കുറച്ച് ഓടി ചൂടാകുമ്പോൾ കംപ്ലയിൻറ്റ് മാറും, തണുത്തിരിക്കുമ്പോഴേക്കാണ് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരാം. പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ വണ്ടി അത്യാവശ്യം ആയതുകൊണ്ടും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോഴും ഈ പ്രോബ്ലംസാണ് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ ഫ്യൂലിൻ്റെ പമ്പ് അഴിച്ച് ക്ലീൻ ചെയ്ത് ഫിൽറ്റർ മാറ്റുന്നുണ്ട്. ഇതിരിക്കണ ഹൈ ടെൻഷൻ കോയിൽ ഏകദേശം ഒരു 300-400 താഴേക്ക് നമുക്ക് ഇതിന് കോസ്റ്റ് വരാം. ഇതും കൂടി നമ്മളൊന്ന് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം വണ്ടി ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ, കംപ്ലയിൻറ്റ് കാരണം വെച്ചാൽ ഈ പ്രോബ്ലം കൊണ്ടാണെങ്കിൽ അത് അങ്ങോട്ട് തീർന്നു പോയിക്കോളൂ, കുഴപ്പമില്ല. കാരണം HT കോയിലിൻ്റെ പ്രോബ്ലം കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ പിന്നെ കാണിക്കില്ല, അത് മാറിപ്പോയിക്കോളും. നേരെ മറിച്ച് ഫിൽറ്ററിൻ്റെ ആണെങ്കിലും നമ്മൾ പുതിയ ഫിൽറ്റർ ഇടുമ്പോൾ ഓക്കെയാണ്, ആ പ്രോബ്ലം കൊണ്ട് തീർന്നു പോയിക്കോളും. ഇനി അതല്ല വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിന് വേണ്ട സമയം തരണം. കാരണം നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുള്ള ആ സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. രാവിലെയാണ് കൂടുതൽ സമയം കംപ്ലയിൻറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വൈകിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് പല കാരണം കൊണ്ടും ഈ പ്രോബ്ലംസ് വരാം. പിന്നെ സെൻസറുള്ള മോഡലായതുകൊണ്ട്, അതായത് BS6 മോഡലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വാണിംഗ് ലാമ്പ് കാണിക്കും. ഇത് അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നുമില്ല. അതുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് അറിയാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. പല കാരണം കൊണ്ടും വരാം. പ്രത്യക്ഷത്തിൽ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ സാധ്യതകൾ ഇതാണ്. അത് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ നോക്കാം, കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പിലേക്ക് പോകേണ്ടതായിട്ട് വരും. പിന്നെ ബ്രേക്കിൻ്റെ ലിവർ, അപ്പോൾ 3 ഐറ്റം നമ്മൾ മാറ്റുന്നുണ്ട്. ഒന്ന് ബ്രേക്ക് ലിവർ, ഫ്യൂൽ പമ്പിനകത്ത് വരുന്ന ഫിൽറ്റർ, ഹൈ ടെൻഷൻ കോയിൽ. ഫ്യൂൽ പമ്പൊക്കെ അഴിക്കണമെങ്കിൽ മൊത്തം അഴിച്ചിറക്കണം, അതാണ് എൻ്റെ വേറൊരു പ്രോബ്ലം. ഞാനിപ്പോൾ എന്തെങ്കിലും ആ പറഞ്ഞ രീതികൾ, ഇതിപ്പോൾ ശരിക്കും ഫ്യൂൽ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 25,000 എന്തെങ്കിലും മാറ്റേണ്ടതാണ്. ഏതായാലും കിലോമീറ്ററിൻ്റെ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഏതായാലും ചെയ്യേണ്ട ടൈമാണ്. അതുകൊണ്ട് കൂട്ടത്തിൽ നമുക്കത് ചെയ്ത് വിടാം. വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ് കാണിക്കണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് സമയം തരണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റും ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം കുറേ കൂടി കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലയിൻറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ള ദിവസം. ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബില്ലാക്കി നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഓക്കെ.